അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വസ്വാഗതം. അങ്ങനെ ചർച്ച് സ്ട്രീറ്റ് ഒക്കെ കണ്ട ശേഷം നമ്മൾ ടോണിക്കിൻ്റെ മുന്നിൽ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. അതിൻ്റെ തൊട്ടടുത്താണ് കബൻ പാർക്ക്. സോ ലെറ്റ്സ് സീ. സോ ഗൈസ്, നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തിയിരിക്കുന്നു. കബൻ പാർക്ക്. ഇത് കബൻ പാർക്ക് അല്ല, ഇതിൻ്റെ പേരാണ് കപ്പിൾ പാർക്ക്. ഇല്ലില്ല, കാര്യമായിട്ട് അത് കാണാൻ കിടക്കുന്നതേ ഉള്ളു. എന്തോ കാണാനുള്ള കപ്പിൾസിനെയാണോ? നമ്മൾ പോയതൊരു ബുധനാഴ്ച ആയതുകൊണ്ട് ഒരുപാട് തിരക്കൊന്നും വന്നില്ലായിരുന്നു. ഇത് ഏകദേശം 300 ഏക്കർ വിസ്തൃതിയുള്ള ഒരു പാർക്കാണ്. കഴിഞ്ഞ തവണ ഇഷ്യൂ വന്നപ്പോഴത്തേനും നമ്മൾ കബൻ പാർക്ക് കാണാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് നടന്നില്ല. അതാണ് നമ്മൾ ഇന്ന് നടത്തിയത്. അങ്ങനെ നമ്മൾ കബൻ പാർക്ക് എത്തി. സോ ഒറ്റഡേ കൊണ്ട് നമ്മൾ കുറേ സ്ഥലങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പം തന്നെ മ്യൂസിയമായി, ചർച്ച് സ്ട്രീറ്റായി, കബൻ പാർക്കായി. സോ ഐഷു, പറഞ്ഞു തീരുന്നതിന് മുമ്പ് നമ്മുടെ ക്യാമറയുടെ ഫ്രണ്ടിൽ തന്നെ ഒരു കപ്പിൾ സ്പോട്ടഡ്. പാർക്കിലേക്ക് ചെന്ന് കയറിയത് തന്നെ നമ്മളൊരു ബോർഡ് കണ്ട് ഞെട്ടിയായിരുന്നു. അവിടെ വീഡിയോഗ്രാഫീസ് ആൻഡ് ഫോട്ടോഗ്രാഫീസ് റെസ്ട്രിക്റ്റഡ് ആണെന്നൊരു ബോർഡ് കണ്ട്. പാർക്കിൻ്റെ വീഡിയോ എടുത്താലല്ലേ പ്രശ്നം, ഞങ്ങളുടെ വീഡിയോ എടുത്താൽ പ്രശ്നമുണ്ടോ? ബാക്ക്ഗ്രൗണ്ട് പാർക്ക് വരുന്നതിന് കുഴപ്പമില്ലല്ലോ. നമുക്കറിയത്തില്ലല്ലോ, ഗവൺമെൻറ്റിനോട് ചോദിക്കണ്ടേ? ഞാൻ ബാംഗ്ലൂരിലായതുകൊണ്ട് അവന് ഒരുപാട് തവണ കബൻ പാർക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഈ വീഡിയോ ഫോട്ടോഗ്രാഫി റെസ്ട്രിക്ഷൻ ആയിട്ടുള്ള ബോർഡിനെ വെച്ച് കാണുന്നത്. അതുകൊണ്ട് നമുക്ക് വീഡിയോസൊക്കെ എടുക്കാൻ കുറച്ച് പേടിയുണ്ടായിരുന്നു. സോ ലിമിറ്റഡ് ആയിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. നമ്മൾ കബൻ പാർക്ക് എക്സ്പീരിയൻസ് ചെയ്തു. കുറേ നേരം സമാധാനമായിട്ട് കുത്തിയിരുന്നു. ഐശുവിൻ്റെ ഫോൺ ചത്തു. ഇല്ല, കത്തില്ല, 18% ഉണ്ട്. സന്തോഷമായോ? എക്സിറ്റിൽ ഒരു സ്റ്റാച്യു ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പേരാണ് കെ ശേഷാദ്രി അയ്യർ, മേക്കർ ഓഫ് മോഡേൺ ബാംഗ്ലൂർ. ഈ ഒരു സ്ഥലത്ത് തന്നെ ഒരുപാട് ഭാഗങ്ങളുണ്ട്. അത് കാണുന്നതാണ് UB സിറ്റി കിങ്ഫിഷർ ടവർ. നമുക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ അല്ലേ? വൺ ഓഫ് ദ മോസ്റ്റ് ബിഗ്ഗസ്റ്റ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്ന് പറയാം. കബൻ പാർക്ക് ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള സ്ഥലമാണ്. രാവിലെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ജോഗിങ് ചെയ്യുന്നത്, മോർണിംഗ് വാക്കിനൊക്കെ വരുന്നതൊക്കെ കാണാം. ഒരുപാട് പേര് ഡോഗ്സൊക്കെ ആയിട്ട് അന്നും വന്നിട്ടുണ്ടായിരുന്നു. ഒരു എൻ്റയർ ഡേ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അത്രയും റിലാക്സ്ഡ് ആണ് ഈ ഒരു സ്ഥലം. ഐശ്വര്യ ഈ സ്ഥലം വലിയ ഇഷ്ടമായി. ഒരുപാട് ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞു. അടിപൊളിയായിരുന്നു ഇന്നത്തെ ദിവസം. കുറച്ച് സമയം കൊണ്ട് മാക്സിമം സിറ്റി നമ്മൾ കവർ ചെയ്തു. നമ്മുടെ ഫോണും ചാകാറായി, നമ്മളും ചാകാറായി. അപ്പോൾ നമ്മൾ റൂമിലേക്ക് പോയിട്ട് ഇനി എന്തെങ്കിലും ഫുഡ് അടിച്ചിട്ട്